ഹലോ മക്കളുമാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളുടെ ഒരു ഗൗരവമായ കാര്യം പറയാനാണ് വന്നത്. എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചാണ്, ഓരോ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വെച്ചാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പം ഇപ്പോൾ 2 വർഷം കൊണ്ട് ഞാൻ 288ഓളം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിന് പോലും നിങ്ങളുടെ ആരുടെ ഒരു സപ്പോർട്ട് എനിക്കുണ്ട്. കുറേ പേരൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഒന്നിന് പോലും ഒരു ഷെയറോ കമൻ്റെന്ന് പറഞ്ഞതേ, ഒരു കൊള്ളാവുന്ന വീഡിയോ ആയാലും കൊള്ളരുതാത്ത വീഡിയോ ആയാലും ഒരു ജസ്റ്റ് ഒരു കമൻറ്റിൽ കൂടെങ്കിലും നമുക്കൊരു സന്തോഷം ഉണ്ടാകും. ഇതങ്ങനെ ഒരു കമൻ്റാട്ടെ ഒരു ഷെയറാട്ടെ ഒന്നും ചെയ്തില്ല. പിന്നെ കുറച്ച് തുച്ഛമായ ലൈക്ക് മാത്രമേ എനിക്ക് കിട്ടും, അല്ലാതെ എനിക്കൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് ദയവ് ചെയ്ത് ഞാൻ അപേക്ഷിക്കുക, എനിക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ എല്ലാവരും ഒന്ന് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോയ്ക്ക് ഒരു റീച്ച് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് എനിക്ക് വേണം. ആ സപ്പോർട്ടിൽ കൂടെ മാത്രമേ എനിക്ക് കയറിപ്പോകാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണം. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അപ്പം നിങ്ങളുടെ എല്ലാം സഹകരണവും ആത്മാർത്ഥതയും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. ഇപ്പോൾ വീഡിയോ ചെയ്യാനേ എനിക്ക് തോന്നത്തില്ല. കാരണം ഇത് പന്നലായിട്ടൊരു വീഡിയോ ചെയ്താൽ അത് കൊള്ളരുത്, അല്ലെ കൊള്ളാം എന്നൊരു സപ്പോർട്ട്, അങ്ങനൊന്നും ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പം 3-4 ദിവസം കൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നതുമില്ല. എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, തമാശയെങ്കിലും പറയുകയാണെങ്കിൽ അല്ലേ എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നും. ഇതങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. വെറുതെ ജസ്റ്റ് ഞാൻ വീഡിയോ ഇടുന്ന നിങ്ങൾ കുറച്ച് പേര് കാണുന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു കമൻ്റാട്ടെ ഒരു ഷെയറാട്ടെ ഒന്നും എനിക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അത് അറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ ടാറ്റാ.